നമ്മൾ ഒരാളെയും മുൻവിധിയോടെ അഭിമുഖീകരിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. എത്ര പിന്നോക്ക അവസ്ഥയിലാണെങ്കിലും അയാളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് നമ്മുടെ ഒരു വാക്ക് മതിയാകും എന്നുള്ളതാണ് സത്യം. തോമസ് ആൽവ എഡിസന്റെ ജീവിതകഥ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടുവന്ന തോമസ് ആൽവ എഡിസൺ അമ്മയ്ക്കു നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ദാ ഈ കത്ത് അമ്മക്ക് തരാൻ വേണ്ടി എൻ്റെ ക്ലാസ് ടീച്ചർ തന്നയച്ചതാണ്. വളരെ ആകാംക്ഷയോടെ എഡിസന്റെ അമ്മ ആ കത്ത് വാങ്ങി വായിച്ചു. കത്തിലൂടെ കണ്ണോടിച്ച എഡിസന്റെ അമ്മയുടെ മുഖം മങ്ങുന്നതായി കണ്ട എഡിസൺ ചോദിച്ചു, എന്താ അമ്മേ ഈ കത്തിലുള്ളത്? ഉടനെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മ ആ കത്ത് ഉറക്കെ വായിക്കാൻ ആരംഭിച്ചു. നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുള്ള ഒരു കുട്ടിയാണ്. ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ നന്നായി പഠിപ്പിക്കാൻ മതിയാവുകയില്ല. നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതാകും ഉചിതം. അങ്ങനെ നാളുകൾ കടന്നുപോയി. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. എഡിസൺ ലോകമറിയുന്ന നൂറ്റാണ്ടിലെ തന്നെ മികച്ച ശാസ്ത്രജ്ഞനായി മാറി. ഒരു ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾ അടുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ എഡിസന് മടക്കിയ ഒരു പഴയ പേപ്പർ കഷ്ണം കിട്ടി. എഡിസൺ അതെടുത്തു നോക്കിയപ്പോൾ അന്ന് തൻ്റെ ടീച്ചർ അമ്മയ്ക്കായി കൊടുത്തുവിട്ട കത്തായിരുന്നു അത്. എഡിസൺ അത് വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. ദയവായി ഇനി അവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത്. ഇത് വായിച്ച ശേഷം എഡിസൺ മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് വാവിട്ട് കരഞ്ഞു. അവസാനം അയാൾ തൻ്റെ പഠനമുറിയിലെ മേശയിൽ നിന്നും ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിനു മുന്നിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീരവനിത. ഈ ചരിത്രം നമുക്കൊരു പാഠമാണ്. കഴിവില്ലാത്ത എഡിസനെ ഇത്രയും ഉയർന്ന രീതിയിലേക്ക് ഉയർത്തിയത് അമ്മയുടെ ഒരു വാക്കാണെങ്കിൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ കഴിവുണ്ടായിരുന്നിട്ടും നിരുത്സാഹപ്പെടുത്തുന്നു. നമ്മുടെ അഭിരുചിയെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അവസാനം അവരെവിടെയും കര കണ്ടെത്താനാവാതെ വിഷമിക്കുന്നു. നല്ലത് പറഞ്ഞില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും ചട്ടം നിങ്ങളെ. ഇപ്പോൾ മറ്റൊരു മെസ്സേജുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.